പാലക്കാട് ട്രോളി ബാഗ് വിവാദത്തിൽ കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാന്റെ മൊഴിയെടുക്കുന്നു. പാലക്കാട് നിന്നുള്ള പോലീസ് സംഘമാണ് മൊഴിയെടുക്കുക. പൊതുപ്രവർത്തക എന്ന നിലയിലും സ്ത്രീ എന്ന നിലയിലും അപമാനിക്കപ്പെട്ടു. ഇതിന് പോലീസിന് നിർദ്ദേശം നൽകിയത് ആരാണെന്ന് ഇനിയും മറുപടി പറഞ്ഞിട്ടില്ലെന്നും ഷാനിമോൾ ഉസ്മാൻ പ്രതികരിച്ചു. വളരെ വൈകി, ഒരു മാസക്കാലം കഴിഞ്ഞ് GD എൻട്രി പോലും ഇല്ലാതെ, GDയിൽ പോലും രേഖപ്പെടുത്താതെ ഈ പോലീസിൻ്റെ നടന്നിട്ടുള്ള ഈ നായാട്ട് അല്ലെങ്കിൽ ഈ അസംബന്ധ നാടകം, അത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് വേണ്ടി ഇടതു മുന്നണിയും BJPയും ആലോചിച്ച് നടത്തിയതാണെങ്കിൽ പാലക്കാട് തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള വലിയ വിജയത്തിലൂടെ അതിന് മറുപടി പറയാൻ, രാഷ്ട്രീയമായി മറുപടി പറയാൻ കോൺഗ്രസിനും UDFനും സാധിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. പക്ഷേ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എൻ്റെ സ്വത്വബോധത്തെ ചോദ്യം ചെയ്ത ആ നിലപാടിൽ ഞങ്ങൾക്ക് വെള്ളം ചേർത്ത് പോകാൻ കഴിയില്ല. കൃത്യമായിട്ടുള്ള നിയമ നടപടിയുമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് മനീഷ് ചേരുന്നുണ്ട്. മനീഷ, ഈ ട്രോളി ബാഗ് വിവാദം അത്ര പെട്ടെന്ന് വിടാനില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ്. വലിയ ആത്മവിശ്വാസത്തിലുമാണ്. അത് ഈ ഷാനിമോൾ ഉസ്മാന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നുമുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഷാനിമോൾ ഉസ്മാനിൽ നിന്ന് പോലീസ് ചോദിച്ചറിയുക? ആതിര, നിലവിലിപ്പോൾ ഈ ട്രോളി വിവാദം തെരഞ്ഞെടുപ്പിന് ശേഷം അവസാനിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അന്ന്, അതായത് നവംബർ 7-ാം തീയതിയാണ് ഷാനിമോൾ ഉസ്മാൻ DGPക്ക് പരാതി നൽകുന്നത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് വനിതാ പോലീസ് ഇല്ലാതെ തൻ്റെ മുറിയിലേക്ക് അതിക്രമിച്ച് കയറി സ്ത്രീത്വത്തെ അപമാനിച്ചു നടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് അന്ന് പരാതി നൽകിയത്. പക്ഷേ അന്ന് ആ പരാതി രജിസ്റ്റർ ചെയ്യാനോ അല്ലെങ്കിൽ അതിന് പേരിൽ മൊഴിയെടുക്കാനോ പോലീസ് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ആണ് ഇപ്പോൾ നിലവിൽ പാലക്കാട് സൗത്ത് പോലീസ് ആലപ്പുഴയിലുള്ള ഷാനിമോൾ ഉസ്മാന്റെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തുന്നത്. അന്ന് എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ചാണ് ഷാനിമോൾ ഉസ്മാൻ നിന്ന് നിലവിൽ ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അന്നത്തെ രാത്രിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും പോലീസ് ചോദിച്ചറിഞ്ഞത് എന്നുള്ളതാണ് ഒരല്പസമയം മുമ്പ് ഷാനിമോൾ ഉസ്മാൻ നമ്മോട് പ്രതികരിച്ചത്. ഇപ്പോഴും മൊഴിയെടുപ്പ് പൂർത്തിയായിട്ടില്ല. ഈ മൊഴിയെടുപ്പ് തുടരുന്നതേ ഉള്ളൂ. എന്തായാലും അന്ന് നൽകിയ പരാതിയിൽ ഇപ്പോഴും കോൺഗ്രസും അതുപോലെ തന്നെ UDFും ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടുള്ള കാര്യം. മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഇപ്പം നടക്കുന്ന മൊഴിയെടുപ്പിലൊന്നും തനിക്ക് കാര്യമായ വിശ്വാസമില്ലെന്നുള്ള കാര്യവും ഷാനിമോൾ ഉസ്മാൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അന്നത്തെ ദിവസം നടന്നത് ഒരു ഏകപക്ഷീയമായ നടപടിക്രമങ്ങൾ മാത്രമായിരുന്നു. അതിനെ ആരാണ് ചുമതലപ്പെടുത്തി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും മറുപടി ലഭിച്ചിട്ടില്ല. അന്ന് തന്നെ മന്ത്രി രാജേഷിനോട് ചോദിച്ചതാണ്, പക്ഷേ അതിന് മറുപടിയില്ല. അതിനോടൊപ്പം തന്നെ പോലീസ് മേധാവികളോട് ചോദിച്ചു, അതിന് മറുപടിയില്ല. ഇതുവരെ ആരുടെ നിർദ്ദേശപ്രകാരമാണ് അത്തരത്തിലുള്ളൊരു സെർച്ച് ആ ഹോട്ടലിൽ നടത്തിയെന്നുള്ള കാര്യത്തിൽ ഒരു മറുപടി തരാൻ ഇതുവരെ ഔദ്യോഗിക ഭാഗത്തു നിന്ന് ആരും തന്നെ തയ്യാറായിട്ടില്ല. കുറച്ച് മണിക്കൂറുകൾ മാത്രമെങ്കിലും താനും തന്നെ സഹപ്രവർത്തകരും അനുഭവിച്ചത് ഒരു വലിയ രീതിയിലുള്ള മാനസിക സംഘർഷമാണ്. കുറച്ച് മണിക്കൂറത്തേക്കെങ്കിൽ പോലും തങ്ങളെ ഒരു തെറ്റുകാരൻ്റെ നിഴലിൽ നിർത്താൻ അന്ന് പോലീസിന് സാധിച്ചു. അത് ശരിക്കും ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അതിന് കൃത്യമായ മറുപടി ലഭിച്ചേ മതിയാവും. മാത്രമല്ല, ഇത് തനിക്ക് നേരിട്ട് ഈ അനുഭവം പിന്നീട് ഒരിക്കലും ആർക്കും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് ഒരു സ്ത്രീയായിട്ടിരിക്കുമ്പോൾ നിരവധി സ്ഥലത്ത് പൊതുപ്രവർത്തകരായിട്ടിരിക്കുമ്പോൾ യാത്ര ചെയ്യേണ്ടി വരും. അത്ര യാത്ര ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഇത്തരത്തിൽ അതിക്രമിച്ച് കയറുന്ന ഒരു നടപടി, അതും സംസ്ഥാനത്തെ പോലീസ് തന്നെ അതിക്രമിച്ച് കയറുന്ന കാര്യം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് മൊഴി രേഖപ്പെടുത്തുമ്പോഴും തുടർ നടപടികളായിട്ട് പാർട്ടിയുമായി ആലോചിച്ച് കോടതിയെ അടക്കം സമീപിക്കുന്ന തുടർ നടപടികളായിട്ട് മുൻപോട്ട് പോകുമെന്നുള്ളതാണ് ഷാനിമോൾ ഉസ്മാൻ വ്യക്തമാക്കുന്നത്. ആതിര, മനീഷ്, അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ആ ഘട്ടത്തിൽ തന്നെ ഇവർ പങ്കുവച്ചിരുന്നത് സ്ത്രീകളുടെ മുറിയിൽ പരിശോധനയ്ക്ക് എത്തുമ്പോൾ പാലിക്കേണ്ട മിനിമം മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിൽ പോലീസിന്റെ തുടർ നടപടി എങ്ങനെയായിരിക്കും ഈ കേസൊക്കെ രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ? നിലവിൽ അതാണ് പോലീസ് പരിശോധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ പരാതി നൽകിയിരുന്നു. പക്ഷേ ആ പരാതി എടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഷാനിമോൾ ഉസ്മാൻ പ്രധാനമായിട്ടും ആരോപിക്കുന്ന മറ്റൊരു കാര്യം. നിലവിൽ ഇപ്പോൾ എന്താണ് അന്ന് രാത്രി സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ചാണ് ഷാനിമോൾ ഉസ്മാനിൽ നിന്ന് മൊഴി ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷമായിരിക്കും ഇതുമായി തുടർന്നുള്ള അന്വേഷണങ്ങൾ ഉണ്ടാവുക. നിലവിലിപ്പോൾ ഇവിടെ ഉള്ളത് പാലക്കാട് സൗത്ത് പോലീസാണ്. ഈ സൗത്ത് പോലീസ് ഈ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എന്തൊക്കെയുള്ള കാര്യത്തിലേക്ക് ഒരു വ്യക്തത വരികയുള്ളൂ. മനീഷാണ് വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത്.